ഓ, ഭാഗവതരെ തുടങ്ങിയോ? ആഹാ, കേക്കാനി കേമത്തി ഉണ്ടോ? നിന്നെ തന്നെ ഇതിന് കിട്ടുള്ളൂ. കേക്കാൻ കേമന്മാരും കേമത്തികളും മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്തൊരു കാലം ഉണ്ടായിരുന്നു കൃഷ്ണവർമ്മയ്ക്ക്. വേണ്ട വേണ്ട വേണ്ട, പഴങ്കഥക്കെട്ടഴിക്കണ്ട. ഈ അപസ്വരം കേൾക്കാൻ വന്നിരിക്കാൻ മാത്രം ബടുക്കൂസുകളുള്ള നാട് ഏതാണാവോ? ഗോകർണം. ഒന്ന് പോണ്ട അവിടുന്ന്. അപസ്വരാത്രേ. ചെമ്പേ വൈറ്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യനായിരുന്നു കൃഷ്ണവർമ്മ. കൊല്ലങ്കോട് രാജാവ് എന്റെ കച്ചേരി കേട്ടിട്ട് സന്തോഷത്തോടുകൂടി തന്ന ഈ ഹാർമോണിയം കൂടുതൽ 500 റുപ്യയും. അന്നത്തെ 500 റുപ്യ ഇന്നത്തെ 50,000. ഇതൊക്കെ പറഞ്ഞു കേൾപ്പിച്ച് കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട കാര്യം എനിക്കില്ല. പിന്നെ ദാ ഇപ്പോഴത്തെ അടക്കം ഒരു 3000 പ്രാവശ്യമായല്ലോ ഈ കൊല്ലങ്കോട്ട് ഹാർമോണിയ കഥ എന്നോട് പറയണു. പറയിപ്പിക്കണതല്ലേ? ഓ, ഒരു സംഗീത ടീച്ചർ വന്നിരിക്കണു. ആരാപ്പാ? MS സുബ്ബലക്ഷ്മിയോ? എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളുടെ അടുത്ത് പറ്റും. മതി, ആ കുട്ടികളെങ്കിലും ഉണ്ടല്ലോ. പൂച്ചയുടെയും പട്ടിയുടെയും മുമ്പിൽ പാടേണ്ട ഗതികേട് വന്നിട്ടില്ലല്ലോ. ഓ, തറുതല. അതും ത്രിസന്ധ്യ നേരത്ത്. കാവില് തിരിവെച്ചോ? വെച്ചല്ലോ. നിലവറയിലെ കടാവിളക്കിൽ എണ്ണ ഒഴിച്ചോ? ഒഴിക്കാലോ. എന്നാ ഒഴിക്കാ സുബ്ബലക്ഷ്മി? ഒഴിക്കാ ചെമ്മാങ്കുടിയെ. വിൽക്കും, ഉറപ്പാ. വിൽക്കാതെ ബാലരാമന് നിവൃത്തിയില്ല. ബാംഗ്ലൂരെ ബിസിനസ്സൊക്കെ പൊളിവിലാ. അയാളുടെ ഭാര്യയുടെ ധാരാളിത്തത്തിന് തന്നെ വേണ്ടേ ഒരു സംഖ്യ? കട ഇഷ്യുണ്ടെന്നാ കേൾക്കണേ. തമ്പുരാട്ടിയുടെ മറ്റു മക്കളുടെ കാര്യവും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാ. നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അവരുടെ മുതല് അവർക്ക് തോന്നിയ പോലെ ചെയ്തോട്ടെ. പക്ഷേ സ്വന്തം അമ്മാവന്റെ മോള ഉണ്ണിമായ അതിനെ മറക്കാതിരുന്ന ഭാഗ്യം. മറക്കാനാ തമ്പുരാൻ എല്ലാവർക്കും ഇഷ്ടം. എളുപ്പവും അതാ. മറന്നാ ലാഭവും ഏറെയാ. ആരാ കോലവും വാങ്ങിക്കണേ? ആരാണെന്ന് ചോദിച്ചാ വ്യക്തമായിട്ട് അറിയില്ല. പുറംനാട്ടുകാരാ. വാങ്ങിക്കണവര് കാവിലെ ഉത്സവം നടത്തുവോ? അങ്ങനെ വിശ്വാസമൊക്കെ ഉള്ളവരായിരിക്കോ? പ്രതീക്ഷ വേണ്ട. ഇടിച്ച് നിരത്തുകയാവും ചെയ്യാ. ഇപ്പോഴത്തെ കാലത്ത് 4 കാശ് കയ്യിലുള്ളവരുടെ ഒക്കെ ചിന്ത ആ വഴിക്കാ പോവുക. ഉത്സവമാണോ മോളെ പ്രധാനം? എവിടേക്കാന്നറിയാതെ പടി ഇറങ്ങേണ്ടി വരില്ലേ നമ്മൾ രണ്ടും? അങ്ങനെ നമ്മൾ ഇറങ്ങുന്ന ആരും കരുതണ്ട. എന്റെ അച്ഛന്റെ സ്വത്തില് എനിക്ക് അവകാശമുണ്ട്. അതില്ലാന്ന് പറയാൻ വരണവരാരാന്ന് എനിക്കൊന്ന് കാണണം. ദത്തൻ തമ്പുരാന്റെ മോളോ ഉണ്ണിമായ എന്നുള്ളതില് ആർക്കെങ്കിലും സംശയമുണ്ടോ? അതിപ്പോ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ കുട്ടി. ആണെന്ന് എനിക്കറിയാം. അതന്നെയാ തെളിവ്. അച്ഛനൊന്ന് ഭയപ്പെടാണ്ടിരിക്കുക. പറയേണ്ടവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ആ വിളി കേട്ടില്ലേ? അച്ഛാന്ന്. അവൾക്കറിയാം ഞാൻ അവളുടെ ആരുമല്ലാന്ന്. അതറിയാവുന്ന പ്രായത്തിൽ തന്നെ അങ്ങനെ വിളിച്ചു തുടങ്ങിയത്. അതാണ് എന്നെ ഇവിടെ പിടിച്ചു കെട്ടിയത്. ഭഗവതി, എന്നെ അച്ഛനെ പിച്ച തണ്ടിക്കാണ്ട് കാക്കണേ. എനിക്ക് മണ്ണും എന്റെ കാവിലമ്മയെ വിട്ടു പോകാൻ വയ്യ. ഹലോ, ജെയിംസ്, ജഗൻ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നതാ സാർ. ഇപ്പൊ കാണുന്നില്ല. എവിടെ പോയെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഓ ഷിറ്റ്, ആകെ പ്രോബ്ലം ആണോ? ആ കള്ളപ്പന്നി എബി മാത്യു ചതിച്ചു. അവനിപ്പോ വാക്കുമാറ്റി പറയുന്നു. ആ ഓസ്ട്രേലിയൻ കമ്പനിയെ രാമസ്വാമി അസോസിയേറ്റ്സുമായി അവൻ കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നു. പന്നൻ. ജെയിംസ്, എത്രയും പെട്ടെന്ന് സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കിക്കോ. എനിക്ക് ജഗനെ വേണം.
ജഗൻ ഇല്ലാതെ ഒരു സ്റ്റെപ്പ് എനിക്ക് മുമ്പോട്ട് വയ്ക്കാനാവില്ല. ആ, യു ഗെറ്റ് മീ ജെയിംസ്? യെസ്, നന്ദകുമാർ. ശംഭോ മഹാദേവ. ഓ ജഗൻ, നീ എവിടുന്നാ? ഇന്ന് രാത്രി എന്നെ ജീവനോടെ കണ്ടില്ലെങ്കിൽ നീ ഉറങ്ങില്ല എന്നറിഞ്ഞു. എടാ നീ എവിടുന്നാ? ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. എടാ ഞാനേ നമ്മുടെ ഡെൻമാർക്കൻ എറിക് ജോൺ ഇല്ലേ, ആ വയലിനിസ്റ്റ് വട്ടൻ, അവനിന്ന് മണാലിയിൽ നിന്ന് വന്ന് ചാടി ഒരു കെട്ട് നല്ല അമറൻ ചരസുമായിട്ട്. ഞാൻ അങ്ങോട്ട് വെച്ച് പിടിക്കുക. ഓൺ ദ വേ ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഞങ്ങൾ ചെറിയൊരു ഡിസ്കഷനിലാണ് ഒഴികെ. അത് കഴിഞ്ഞ് ഗസൽ കേൾക്കാൻ പോകുന്നു ഹബീബുള്ള സ്ട്രീറ്റിൽ. കിഷൻ മാഥൂർ പാടുന്നു. നീ വരുന്നോ? എടാ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഞാൻ ആകെ തീ പിടിച്ച അവസ്ഥയിലാ. അതിന് ചരസ ബെസ്റ്റ്. കൂടെ വേണമെങ്കിൽ റമ്മും കോളെ ഒരു പിൻബലത്തിന്. എടാ പൊന്നൻ എബി എനിക്ക് പണി തന്നു. അവനാ കോൺട്രാക്ട് രാമസ്വാമി അസോസിയേറ്റ്സിന് മറിച്ചു കൊടുക്കാൻ പോകുന്നു അല്ലേ? നീ അറിഞ്ഞോ? എല്ലാം അറിയുന്നവൻ ഞാൻ. ശംഭോ മഹാദേവ. എടാ നീ ഇറങ്ങണം. നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ. ആ കോൺട്രാക്ട് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നല്ല ഒരു രാത്രിയിൽ വന്ന് വീണ മാരണം. നീ പോയി ഒരു കുപ്പിയുടെ കഴുത്ത് പൊട്ടി ചടി തുടങ്ങ്. എണ്ണം വെച്ചോ, 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ്സ് വീഴും മുമ്പ് ഞാൻ എത്തിയിരിക്കും. നീ തനിച്ചു പോയാൽ? എറിക് ജോണിനെയും ഫ്രണ്ട്സിനെയും കൂട്ടാം. അടി വീഴുന്നെങ്കിൽ 5-6 സായിപ്പന്മാർക്കും കിട്ടട്ടെ. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികമല്ലേ? വന്ദേ മാതരം. പോടാ പോ. തമ്പി നീ ഉക്കാറ്. ഇനി ഇത് ഞാൻ ചവിട്ടും. അമ്മ. ശംഭോ മഹാദേവ. മിസ്റ്റർ എബി മാത്യുവിനെ ഒന്ന് സോറി മിസ്റ്റർ, ഇപ്പൊ അകത്തേക്ക് പോകാൻ കഴിയില്ല. ഒരു അർജന്റ് പ്രശ്നമുണ്ട്. என்ன மிஸ்டர் இப்ப பார்க்க முடியாதுன்னு சொன்னார்ல, சொன்னா புரியல? கோ மேன். வாயா. டா ஐல் Hi there. We would like to meet Mr. Ebi Matthew. Just a minute, sir. Hello. Hi. I hope you have an appointment. Yeah, we do. Are you sure? Yeah. There he is. Mr. Ebi Matthew has come. Hello. Hello. I am Ebi Matthew. I'm Eric from Denmark. Hi. Hello. If you don't mind, please spend Yeah. some time. Cheers. സായിപ്പിനെ മദാമേനെ കണ്ടപ്പോ വില്ലാട്ടിറങ്ങ ഇല്ലടാ. ഒരപ്പന് പറഞ്ഞ ഒരു വാക്കേ പാടുള്ളൂ. നീ നന്ദനുമായിട്ട് പറഞ്ഞുറപ്പിച്ചതല്ലേ ആ ബിസിനസ് കോൺട്രാക്ട്? അത് തന്നെയല്ലേ നീ താഴത്തെ മുറിയിൽ രാമസ്വാമിക്ക് മറിച്ചടിക്കുന്നത്? നിന്റെ വല്യപ്പൻ ചാലിശ്ശേരിക്കാരൻ അയ്പ് കാളക്കച്ചവടക്കാരനായിരുന്നു. പെരുമ്പിലാവ് ചന്തയിലെ കാളായിപ്പ് ചത്തുപോയി. അതുകൊണ്ടാ. അല്ലെങ്കിൽ നിന്നെ ഞാൻ അയാളുടെ മുമ്പിൽ കൊണ്ടുപോയി അയാളെ കൊണ്ട് പറയിപ്പിച്ചേനെ കച്ചവടത്തിന് നേരി നിർത്തിയിട്ടാണെന്ന്. രാമസ്വാമിയുമായി നോ മോർ ഡിസ്കഷൻസ്. ഡീൽ പറഞ്ഞുറപ്പിച്ച പോലെ നന്ദകുമാറിന് കമ്മീഷൻ കാശ് കുറഞ്ഞു വാങ്ങി നീ ചോദിച്ചു അവൻ തരും. പക്ഷെ ബിസിനസ് അവന് കിട്ടിയിരിക്കണം. എന്നെ വിടൂ ജഗൻ, ഞാൻ പറയാം, എല്ലാം പറയാം. പ്ലീസ്.
ഒരു തള്ളു തള്ളിയാൽ നീ താഴെ വീണ് 64 പീസാകും. അടക്കാൻ ശവപ്പെട്ടി വേണ്ടി വരില്ല. ഒരു പോളിത്തീൻ ബാഗിൽ തൂത്തുവാരിയിടാനേ കാണൂ. പറ, നീ അമേരിക്കയിൽ പോയി പഠിച്ച ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ബിസിനസ് പിമ്പിങ്ങും ഒന്നും ഇവിടെ നിന്നെ രക്ഷപ്പെടാൻ സഹായിക്കില്ല. എനിക്ക് വാക്ക് തരണം. നാളെ നീ മാറ്റില്ല എന്നുറപ്പുള്ള വാക്ക്. ആട്ടിയിൽ നന്ദകുമാറിന് പറ. പറ. ഞാൻ വാക്ക് തരുന്നു, ഞാൻ മാറില്ല. വാക്ക് മാറ്റിയ വീട്ടിൽ കയറി ഞാൻ വെട്ടും. ദിസ് ഇസ് ജഗൻ മൈ